ദിനവൃത്താന്തം 2-ാം പുസ്തകം അധ്യായം 14. അബീയ തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവൻ്റെ മകനായ ആസാവിന് പകരം രാജാവായി. അവൻ്റെ കാലത്ത് രാജ്യം 20 സംവത്സരം സമാധാനത്തിൽ കഴിഞ്ഞു. ആസ തൻ്റെ ദൈവമായ കർത്താവിന് പ്രസാദവും ഹിതവുമായത് ചെയ്തു. അവൻ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കി, സ്തംഭവിഗ്രഹങ്ങൾ ഉടച്ചു, അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു. യഹൂദയോട് അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ ആശ്രയിപ്പാനും ന്യായപ്രമാണവും കൽപ്പനയും ആചരിച്ച് നടക്കുവാനും കൽപ്പിച്ചു. അവൻ എല്ലാ യഹൂദ പട്ടണങ്ങളിൽ നിന്നും പൂജാഗിരികളും സൂര്യവിഗ്രഹങ്ങളും നീക്കി. രാജ്യം അവൻ്റെ കീഴിൽ സമാധാനത്തോടിരുന്നു. ദൈവം അവന് വിശ്രമം നൽകിയതുപോലെ ദേശത്ത് സമാധാനം ഉണ്ടാകയാലും ആ സംവത്സരങ്ങളിൽ അവന് യുദ്ധം ഇല്ലായകയാലും അവൻ യഹൂദയിൽ സുശക്ത നഗരങ്ങളിൽ പണിതു. അവൻ യഹൂദ്യരോട്, നാം ഈ പട്ടണങ്ങളെ പണിതു അവയ്ക്ക് ചുറ്റും കോട്ടകളും ഗോപുരങ്ങളും വാതിലുകളും ഓടാമ്പലുകളും ഉണ്ടാക്കുക. നാം ദൈവമായ കർത്താവിനെ അന്വേഷിച്ചതുകൊണ്ട് രാജ്യം നമുക്ക് സ്വാധീനമായിരിക്കുന്നു. നാം അവനെ അന്വേഷിക്കയാൽ അവൻ നമുക്ക് വിശ്രമം നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ നമ്മെ രക്ഷിച്ചിരിക്കുന്നു. ആസയ്ക്ക് പരിചയം കുന്തവും എടുത്തവരായി 3,00,000 യഹൂദരും ചെറുപരിചയം എടുക്കുവാനും വില്ല് കുലയ്ക്കുവാനും പ്രാപ്തരായി 2,80,000 ബെന്യാമീനരും അടങ്ങുന്ന സൈന്യം ഉണ്ടായിരുന്നു. അവരെല്ലാവരും വീരന്മാരായിരുന്നു. അനന്തരം ഇന്ത്യനായ സേരഹ് 10,00,000 കാലാളും 300 രഥവും ഉള്ള സൈന്യത്തോടുകൂടി അവരുടെ നേരെ മാരേഷ വരെ വന്നു. ആസാവനെ എതിർത്തു. അവർ മാരേഷയ്ക്ക് സമീപം സെഫാദ താഴ്വരയിൽ യുദ്ധത്തിന് തയ്യാറായി. ആസാ തൻ്റെ ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, കർത്താവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിക്കുവാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ സേനയ്ക്ക് നേരെ വന്നിരിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളുടെ ദൈവം. നിന്റെ ശക്തി ഞങ്ങളിൽ നിന്നു മാറ്റരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് ആസയുടെയും യഹൂദ്യരുടെയും മുമ്പിൽ ഇന്ത്യരെ തോൽപ്പിച്ചു. ഇന്ത്യർ ഓടിപ്പോയി. ആസയും അവനോടുകൂടി ഉണ്ടായിരുന്ന സൈന്യവും അവരെ ഗേരാർ വരെ പിന്തുടർന്നു. ഇന്ത്യർ ആരും ജീവനോടെ ശേഷിക്കാതെ മരിച്ചു. അവർ കർത്താവിൻ്റെയും അവൻ്റെ സൈന്യത്തിൻ്റെയും മുമ്പിൽ നശിച്ചുപോയി. യഹൂദ്യർ വളരെ കവർച്ചയും എടുത്തുകൊണ്ടുപോന്നു. അവർ ഗെരാറിന് ചുറ്റുമുള്ള എല്ലാ പട്ടണങ്ങളും നശിപ്പിച്ചു. ദൈവത്തിൽ നിന്ന് ഒരു ഭീതി അവയുടെ മേൽ വീണിരുന്നു. അവർ എല്ലാ പട്ടണങ്ങളെയും കൊള്ളയിട്ടു. അവയിൽ കൊള്ള മുതൽ വരെ ഉണ്ടായിരുന്നു. അവർ അറേബ്യരുടെ കൂടാരങ്ങളെയും ആക്രമിച്ചു. അനവധി ആടുകളെയും ഒട്ടകങ്ങളെയും അപഹരിച്ചു. യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.